അമ്മേ, അച്ഛാ, അമ്മേ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ മുമ്പിൽ ഇരുട്ട് മാത്രമാ. അരവിന്ദ്, എന്താ അരവിന്ദ് ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? അതെ നന്ദന, കൊച്ചുകുട്ടി തന്നെ ഞാൻ. എന്റെ ബ്രോയുടെ മുന്നിലേ നീ കണ്ടതല്ലേ എന്റെ ബ്രോയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്റെ ജീവിതത്തിൽ എനിക്ക് നേർക്കാഴ്ച നൽകി എന്റെ ബ്രോ ഇങ്ങനെ ഒരു അവസ്ഥയില് എനിക്കത് സഹിക്കാൻ പറ്റില്ല നന്ദന. കാഴ്ചശക്തി നഷ്ടപ്പെട്ട എന്റെ ബ്രോയുടെ മുഖം. അരവിന്ദ്, കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം തീരുന്നില്ലല്ലോ. ഇനിയും പല മാർഗങ്ങളും ഇല്ലേ? ഇവിടെ മറ്റെത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ അവരുമായി കൺസൾട്ട് ചെയ്യുന്നു. ഉറപ്പായിട്ടും ആനന്ദിന് നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരികെ കിട്ടും അരവിന്ദ്. ഇതൊരു പരമ്പരാഗത രോഗമായി സംഭവിച്ചതൊന്നും അല്ല. ഇറ്റ്സ് എൻ ആക്സിഡന്റ്. ഇതിനൊരു മറുമരുന്നുണ്ടാവും. ഷുവർ. ഒന്ന് വിശ്വസിക്ക അരവിന്ദ്. വിദേശത്ത് പോയി പഠിച്ച എത്രയോ ഐ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ വിദേശികളായ എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആനന്ദിനെ അവരെ കാണിക്കാം. നന്ദന, എന്റെ ബ്രോ ജീവിതം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. അത് ദുർഘടാണെങ്കിലും അതിൽ ജീവിക്കാൻ തുടങ്ങിയില്ലുള്ളൂ. ആനന്ദിനൊന്നും സംഭവിക്കില്ല അരവിന്ദ്. ഓരോ അസ്തമനത്തിനും ഉദയമുണ്ട്. ആ ഇരുൾ മായുന്നൊരു സമയമുണ്ട്. അതിന് നമ്മൾ കാത്തിരിക്കണം. അരവിന്ദ്, ദുരനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ നേരിടുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോ മനസ്സിന് നല്ല കട്ടി തോന്നുന്നുണ്ട്. അച്ഛന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നില്ലല്ലോ. പിന്നെ നിനക്കെന്താ? നന്ദന പറയുന്നത് കേൾക്കുന്നേ. ഇപ്പോ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുക. രക്ഷിക്കാനല്ല, ദൈവമേ, ഹൃദയം തീർത്തു എന്നെ വിളിക്കണേ എന്ന്. നിനക്കറിയാമായിരുന്നു, വയസ്സാകുമ്പോ മക്കളുടെ ആരോഗ്യമാണ് മാതാപിതാക്കളുടെ ധൈര്യം. എന്റെ മകൻ ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട് മുന്നോട്ട് ഒരടി വയ്ക്കാനാകാതെ നിൽക്കുമ്പോ കാഴ്ച മങ്ങി വഴിമുട്ടി നിൽക്കുന്നത് ഈ അച്ഛനാണ്. മോളെ, നിന്റെ ഈ വിളിയിൽ എന്നെ സമാധാനപ്പെടുത്താനുള്ള ഒരു മകളുടെ വാത്സല്യത്തിന്റെ ധ്വനിയുണ്ട്. പക്ഷെ അതിലുപരി ആനന്ദിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ വട്ടപൂജ്യമായി പോയൊരു ജീവിതമുണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ ആ മുഖത്ത് നോക്കാൻ എനിക്കാവുന്നില്ല. ഞാനൊന്ന് തളർന്നു വീണാൽ താങ്ങാകാനുള്ളവൾ ഒരു മിണ്ടാട്ടമില്ലാതെ ജീവിച്ചവൻ പോലെ. പറ്റുന്നില്ല അങ്ങനെയുള്ള കാഴ്ചകൾ. കയ്യും കാലും മനസ്സും തളർന്ന് വീണുപോകുമോ എന്നൊരു തോന്നൽ. ബ്രോ മിസ്സായ സമയത്ത് ഒരു നിമിഷം ഉച്ഛ്വാസം നഷ്ടപ്പെട്ടൊരു അച്ഛനുണ്ടായിരുന്നു. ആരെ അറിയിക്കാതെ ഒരു ഗ്ലാസ് വെള്ളത്തിലും മകനെ തിരയാൻ പുനർജനിച്ച് എന്റെ അച്ഛൻ.
അപ്പൊ എനിക്ക് ചിന്തിച്ചൂടെ ആ അച്ഛനൊന്നും സംഭവിക്കില്ലെന്ന്? അച്ഛ, ഒന്നും സംഭവിക്കില്ല അച്ഛ. എന്റെ ബ്രോയ്ക്ക് കാഴ്ചയൊക്കെ തിരികെ കിട്ടും. അച്ഛ, നമുക്കേ അമ്മയെ കാണാം. നിങ്ങൾ അങ്ങോട്ട് ചെല്ല. അച്ഛന് പൊതുജീവിതം തന്ന ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ പോയി അമ്മയെ കാണും. ചെല്ല. അരവിന്ദ്, നമുക്ക് പോയി ആന്റിയെ കാണാം. അല്ല, റൂമിൽ ആരുമില്ലല്ലോ നന്ദന. ആന്റി പുറത്ത് എവിടെയെങ്കിലും നിൽക്കുമായിരിക്കും അരവിന്ദ്. എന്തായിരുന്നു അച്ഛാ, അമ്മ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നേ. നോക്കട്ടെ. അഖില, നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരുട്ടത്ത് ലൈറ്റ് പോലും ഇടാതെ? അഖില, ഓ, ഇനി വിളിച്ചിട്ട് എന്ത് കാര്യം? ചേച്ചിയുടെ ജീവിതം മുഴുവൻ ഇരുട്ടിലായി പോയില്ലേ? ആന്റി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ലോകത്ത് എവിടെ നിന്നാണെങ്കിലും പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ വരുത്തി നമ്മൾ ആനന്ദിന്റെ കാഴ്ച തിരികെ കൊണ്ടുവരും ആന്റി. എനിക്കത് ഉറപ്പാ. അമ്മ, എന്റെ കണ്ണു കൊടുത്ത ബ്രോയ്ക്ക് കാഴ്ച തിരികെ കിട്ടുമെങ്കിലേ ഞാനതിന് തയ്യാറാ. അയ്യോ, ഇപ്പൊ ഒരു മോനെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുള്ളൂ. വേറെ ഇരുട്ട് മാത്രാ അവന്റെ മുമ്പില്. ഇനിയിപ്പൊ അതിന്റെ ഇടയ്ക്കാ അടുത്ത മകനും കൂടി കണ്ണ് ദാനം ചെയ്യാൻ പോകുന്നത്. അരവിന്ദേ, ഏതൊരമ്മയ്ക്കും രണ്ട് മക്കളും ഒരുപോലെയാ. നിന്റെ കാഴ്ച പോയാലും ആനന്ദിന്റെ കാഴ്ച പോയാലും പെറ്റ വയറിന് വേദനിക്കും. അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. വയസ്സാകുമ്പോ കൈപിടിച്ച് നടത്തേണ്ട മകൻ തപ്പിത്തടഞ്ഞു നടക്കുന്നത് കാണേണ്ട ഗതികേട് വന്നല്ലോ എന്റെ ചേച്ചിക്ക്. ആന്റി, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ പാലെടുക്കട്ടെ? വേണ്ട. എങ്ങനെ ഇറങ്ങും നന്ദനെ? ചേച്ചി ഇന്ന് വരെ കുടുംബ ദൈവങ്ങൾക്ക് വഴിപാടോ പൂജയോ മുടക്കിയിട്ടുണ്ടോ? ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടിണി മാറ്റുന്നില്ലേ? പോരാത്തതിന് സമൂഹ വിവാഹം, അനാഥാലയങ്ങളുടെ ചെലവ്. ശോ, എന്തൊക്കെ ചെയ്തിട്ടും ചേച്ചിക്ക് ഇതാണല്ലോ വിധി. എന്റെ ഈശ്വരാ, നീ ഇങ്ങനെയൊന്നും മനുഷ്യനെ പരീക്ഷിക്കല്ലേ. വിലാസിനി, ഓ, അയ്യോ എന്റെ ചേട്ടാ, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാന്നൊക്കെ എനിക്കറിയാം. ഞാൻ എടുത്ത് വളർത്തിയ മോനല്ലേ. അയ്യോ, അവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എന്റെ സങ്കടങ്ങൾ ഞാൻ ചേച്ചിയോടല്ലാതെ മറ്റാരോട് പങ്കുവെക്കാനാ? അതുകൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ചേച്ചിയുടെ കർമ്മദോഷം കൊണ്ടോ പൂർവിക ശാപം കൊണ്ടോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. ദേ, ഇതിനൊറ്റ കാരണേ ഉള്ളൂ നന്ദനെ, താലിദോഷം. ആ, ആനന്ദ് താലി കെട്ടിയ അവളുടെ താലിദോഷ. ഇതിപ്പോ നമ്മളും കൂടി അനുഭവിക്കണോന്ന് വെച്ചാ. ഇവര് പറഞ്ഞു വന്നപ്പോ തന്നെ എനിക്കറിയായിരുന്നു അച്ഛാ, നെറികേടായിരിക്കും പറഞ്ഞു വരുന്നത്. മതി. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം.
എന്റെ മനസ്സിനൊരല്പ സ്വസ്ഥത വേണം. ഒന്ന് പോയി തരൂ എല്ലാരും, പ്ലീസ്. അമ്മേ, ഇത്രയേറെ പരീക്ഷണങ്ങൾ നൽകാൻ ഞങ്ങൾ എന്ത് തെറ്റാ അമ്മേ ചെയ്തത്? ഒന്നിന് പിറകെ ഒന്നായി ജീവിതം മുഴുവൻ ദുഃഖവും ദുരിതവും മാത്രമാണ് എനിക്ക് വിധിച്ചത്. അമ്മ കണ്ടോ എന്റെ വല്യുഞ്ഞിന്റെ അവസ്ഥ? ഇപ്പോ കണ്ണിന് കാഴ്ചയില്ല. ഞാനിതെങ്ങനെ സഹിക്കേണ്ട അമ്മ? പരസ്പരം ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതും ഒക്കെ ഇത്ര വലിയ തെറ്റായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കാരണമല്ലേ വല്യുഞ്ഞിന് ഈ ദുരിതങ്ങളൊക്കെ? അതോർക്കുമ്പോ ഞാൻ ഇത്രയ്ക്ക് മഹാപാപിയാണോ അമ്മേ? കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ കിടക്കുന്ന വല്യുഞ്ഞിനെ കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടുക. ഞാൻ ഇനി ജീവിക്കണോ അതോ മരിക്കണോ? സങ്കടങ്ങളെങ്കിലും ഒന്ന് പറയാൻ അച്ഛൻ പോട്ടെ, സമാധാനം തേടി പോയതല്ലേ, പോയിക്കോട്ടെ. ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്നറിയോ ഞാൻ ഇതും കൊണ്ട് പുറകെ നടക്കുന്നത്? ദാ കുടിച്ചേ, കുടിക്കേ. എപ്പം നോക്കിയാലും ഈ നെറ്റി തന്നെയാ. കല്യാണി, നീ എന്താ ഒന്നും അറിയാത്ത പോലെ? നമ്മളൊരു പുതിയ കമ്പനി തുടങ്ങാൻ പോവാ. അപ്പോ അതിനതിന്റേതായ ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? അല്ല, മാനേജറെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു വല്യുഞ്ഞെ? ഏയ് ഇല്ല കല്യാണി, ഇനി അതിനൊന്നും സമയമില്ല. എല്ലാം സുബ്രുവിന്റെ ഏർപ്പാടാ. നീയേ ആ പ്രൊജക്ട് ഫയലിംഗ് എടുത്തേ. ഏത്? ആ റൂമിന്റെ ടേബിളിൽ ഇരിക്കുന്ന പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസിംഗ് എടുക്കാൻ. അതായിരുന്നോ? ദാ. ആഹാ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചോ? അത് അരവിന്ദ് വന്നപ്പോ മറന്നു വെച്ചിട്ട് പോയതാ. ഇത് കൊള്ളാലോ. എന്നാലേ ഇതിനി വല്യുഞ്ഞിനിരിക്കട്ടെ. അതെ, വല്യുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. കമ്പനി വലുതായി വലുതായി വരുമ്പോ ലേഡി സ്റ്റാഫുകളുടെ എണ്ണമൊക്കെ കൂടും. അപ്പോഴേ അവരാരും എന്നെ മോഹിച്ച ഈ കണ്ണു കണ്ട് അങ്ങനെ ഇപ്പൊ മോഹിക്കണ്ട. അതുകൊള്ളാലോ കെട്ടിയോളെ, നിന്റെ ഈ കണ്ണുകളല്ലായിരുന്നു എന്നെ മോഹിപ്പിച്ചത്. എന്നാലേ ഈ കണ്ണുകൾ എന്നെ മോഹിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതിക്കും.
തൽക്കാലം എന്റെ കെട്ടിയന്റെ കണ്ണുകൾക്ക് മീതെ ദാ ഈ കണ്ണട ഇരിക്കട്ടെ. എന്റെ കല്യാണി, നിന്റെ വാക്കും കേട്ട് ഞാൻ രാവും പകലും ഈ കണ്ണടയും വെച്ചോണ്ട് നടന്നാലേ ഞാൻ കണ്ണുപൊട്ടനാണെന്ന് ആളുകൾ വിചാരിക്കും. വിചാരിച്ചോട്ടെ, അത് ഞാനങ്ങ് സഹിച്ചു. കണ്ണുപൊട്ടന്റെ കണ്ണായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. കാഴ്ചയില്ലെങ്കിലേ എന്നെ അറിയിക്കാതെ ഇങ്ങോട്ട് മുങ്ങാൻ പറ്റില്ലല്ലോ. ആ, അത് നേരാ. ചേച്ചി കരയല്ലേ ചേച്ചി? ചേച്ചിയുടെ ഈ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല. ചേച്ചി കരയാതെ. ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചി എതിര് പറയോ? ചേച്ചി ഡോക്ടറിനോടൊന്ന് ചോദിക്കുക ചേച്ചി, എന്റെ ഈ 2 കണ്ണു കൊടുത്താ പല്ലുവിന് കാഴ്ച കിട്ടുമെന്ന്. മോനെ, എന്റെ ചേച്ചി കരയല്ലേ? ഇന്നലെ മുതല് ചേച്ചിയൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാമേ. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? എന്തെങ്കിലും ഉണ്ടാക്കി തരാന്ന് വെച്ചാ എനിക്ക് കൈയും കാലൊന്നും അനങ്ങുന്നില്ല. നീ പോയി എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചിട്ട് വാ. വേണ്ട ചേച്ചി. അല്ല വേണം. നീ പട്ടിണി കിടന്നാ ചേച്ചിക്ക് സഹിക്കില്ല. നീ പോയി എന്തെങ്കിലും വാങ്ങിട്ട് വാ. ചെല്.